കേരളത്തിന്റെ VIP മണ്ഡലം ഏതാണ്? ആ മണ്ഡലം എന്തു പറയുന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ വയനാട് തന്നെ വീണ്ടും രാഹുൽ ഗാന്ധി തന്നെ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. CPIയുടെ ദേശീയ നേതാവായിട്ടുള്ള ആനി രാജയാണ് LDFന്റെ സ്ഥാനാർത്ഥി. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ അന്തിമ പട്ടികയിലാണ് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലം. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് നിൽക്കുന്ന മുന്നണിയിലെ രണ്ട് ദേശീയ നേതാക്കൾ മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുള്ളത്. അപ്പോഴും അനുമോദ്, കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യമല്ല. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വന്യജീവി സംഘർഷവുമായിട്ട് ഉള്ള വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തുകൂടിയാണ് വയനാട്ടുകാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഒപ്പം ന്യൂനപക്ഷത്തിന് പ്രാതിനിധ്യമുള്ള മണ്ഡലത്തിൽ ആ വിഷയങ്ങളും പ്രാധാന്യം അർഹിക്കുന്നതാകുമെന്നുള്ളതിൽ തർക്കമില്ല. ആ കഴിഞ്ഞ തവണത്തെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അടപടലം മാറിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? അപ്പോഴും UDFനെ സംബന്ധിച്ചിടത്തോളം എക്കാലവും പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു മണ്ഡലമായി തന്നെ നിൽക്കുകയല്ലേ വയനാട്? UDFന് വയനാടിൽ ആശങ്കയൊന്നും വേണ്ട. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അവിടെ ജയത്തിൽ കുറഞ്ഞൊന്നും ഉണ്ടാകുകയില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 4,31,000 നിന്ന് എത്ര കണ്ട് താഴും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ കണ്ടറിയേണ്ടത്. രണ്ട് കാര്യങ്ങളാണുള്ളത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇടതുപക്ഷവും BJPയും പരക്കെ ഉന്നയിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം മണ്ഡലത്തിൽ അപ്രാപ്യനായിരുന്നില്ല, വികസനം കൊണ്ടുവന്നില്ല എന്നുള്ളത്. പക്ഷേ അതിനൊക്കെ തന്നെ കൃത്യമായ മറുപടി UDF നൽകുന്നുണ്ട്, രാഹുൽ ഗാന്ധി തന്നെ നൽകുന്നുണ്ട്. കാരണം ഏറ്റവും അവസാനം വന്യജീവി ആക്രമണമുണ്ടായ വിഷയത്തിൽ ഹർത്താലുകളും മറ്റ് പ്രതിഷേധങ്ങളും ഒക്കെ കഴിഞ്ഞ മാസങ്ങളിലാണ് നടന്നത്. ആ ഒരു സമയത്ത് പോലും ഭാരത് ന്യായ് ജോഡോ യാത്രക്കിടെ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് വലിയ തോതിൽ തന്നെ രാഷ്ട്രീയമായിട്ടുള്ളൊരു നീക്കമായിട്ട് നമ്മൾ അന്ന് വിലയിരുത്തിയതാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോഴും അവിടെയുണ്ട്. കാരണം കേരളത്തിലെ മന്ത്രിമാർ എത്തുന്നതിനേക്കാൾ മുൻപ് ഉത്തരേന്ത്യയിൽ നിന്നും രാഹുൽ ഗാന്ധി അവിടെ എത്തുകയും ആ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും അവരെ കേൾക്കുകയും ചെയ്തു എന്നുള്ളത് വയനാട്ടിൽ വലിയ തോതിൽ UDF പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിന് സ്വീകാര്യത വയനാട്ടിലുണ്ട് എന്നുള്ളത് ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. അത് നമുക്ക് ആ താഴെത്തട്ടിൽ ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതായത് അവരുടെ പ്രശ്നങ്ങൾ വെക്കാൻ രാഹുൽ ഗാന്ധി എപ്പോഴും തയ്യാറായിട്ടുണ്ട്. രാഹുലിനെ അക്കാര്യത്തിൽ വയനാട്ടുകാർ അംഗീകരിക്കുന്നുണ്ട്. ഇനി ഇവിടെ വ്യത്യാസം വരാൻ പോകുന്നത് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകളുടെ കാര്യത്തിലാണ്. കഴിഞ്ഞ തവണ 7 ലക്ഷത്തിലേറെ വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു. അതായത് ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും വോട്ടിൽ വലിയൊരു ശതമാനം രാഹുലിന് അനുകൂലമായിട്ട് പോയിട്ടുണ്ട്. ഇത്തവണ അത്തരത്തിലുള്ള ചോർച്ചകൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷവും BJPയും അവരുടെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളെ തെരഞ്ഞെടുത്തിറക്കിയിട്ടുള്ളത്. അനുരാജ ആവട്ടെ, K സുരേന്ദ്രനാവട്ടെ, അവരുടെ വോട്ട് ബാങ്കുകൾ ശക്തമായി അവർ നിലനിർത്തുന്ന ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. കഴിഞ്ഞ തവണ സുനീർ നേടിയതിനേക്കാൾ വോട്ടുകൾ, കഴിഞ്ഞ തവണ സുനീർ 2,24,000 വോട്ടുകളാണ് നേടിയെങ്കിൽ ഇത്തവണ അതിന് 3 ലക്ഷത്തിലേറെ, ഒരുപക്ഷെ 3.5 ലക്ഷത്തോളം വോട്ടുകൾ ആനിരാജ നേടുമെന്നൊരു കണക്കൂട്ടൽ ഇടതുപക്ഷത്തിനുണ്ട്. BJPക്കാകട്ടെ അവരുടെ പരമാവധി വോട്ട് ലഭിച്ചത് ചരിത്രം നോക്കിയാൽ 80,000 മാത്രമാണ്. അത് 1 ലക്ഷത്തിലധികം കൊണ്ടുപോകാനാണ് BJPയുടെ ശ്രമം. അതാണ് K സുരേന്ദ്രനെ തന്നെ അവർ രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് സ്ഥാനാർത്ഥികളും അവരുടെ വോട്ട് ബാങ്കുകൾ വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ കുറവ് വരും. ആ കുറവ് തന്നെ വലിയ ഒരു നേട്ടമായിട്ട് ഒരുപക്ഷെ ഇടതുപക്ഷവും BJP ആഘോഷിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ഇടതുപക്ഷം നടത്തുന്ന വിമർശനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ എത്ര കണ്ട് കൂടുതൽ ശക്തമായിട്ട് ആ മേഖലകളിൽ ഉന്നയിക്കപ്പെടുമെന്നുള്ളത് കാര്യമുണ്ട്. ഈ 10-20 ദിവസം ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ രണ്ടാം വരവുണ്ട്. 15-ാം തീയതിയും 16-ാം തീയതിയും രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലങ്ങൾ വരികയാണ്. അപ്പോൾ എന്താണെങ്കിലും ഭൂരിപക്ഷം മാത്രമാണ് വയനാട്ടിൽ ഇപ്പോൾ UDFന് മുൻപിലുള്ള ഒരു കാര്യം. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക്